ഇന്ത്യയിൽ പണിമുടക്ക് ഈ 9-ന് മാത്രമായിരുന്നു. ലണ്ടൻ ട്യൂബ് എന്ന മെട്രോ സംവിധാനത്തിലെ ജീവനക്കാർ പണിമുടക്കിയത് 8-9 ദിവസങ്ങളിലാണ്. അവിടെ ശമ്പള വർധന ആവശ്യപ്പെട്ട് 2 ദിവസം സമരം നടത്തുമ്പോൾ മാത്രമല്ല പൊതുജനം സഹിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ 10 ദിവസവും അവിടെ പണിമുടക്കായിരുന്നു. ആ ദിവസങ്ങളിൽ ലണ്ടനിൽ നഗരഗതാഗത സംവിധാനം ആകെ നിലച്ചു. ഇത് ഒരു തവണ മാത്രമല്ല, 1-2 ദിവസം വീതമുള്ള സമരം മിക്ക മാസങ്ങളിലും അവിടെ നടക്കുന്നു. ലണ്ടൻ പോലെ ഇത്രയേറെ വികസിച്ച നഗരത്തിൽ പോലും പണിമുടക്കുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുകയായിരുന്നു. കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ എന്ന പരിഹാസം കാലം കുറേയായി കേൾക്കുന്നതാണ്. അമേരിക്കയിലെ കൊളറാഡോയിൽ ഗ്രോസറി വർക്കേഴ്സ് ഇക്കഴിഞ്ഞ ജൂൺ 16-ന് പണിമുടക്കി. ഇല്ലിനിയോയിലെ തുറമുഖ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് 1-2 പേരല്ല, 24,000 തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ലോകമെങ്ങും ചൂഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പണിമുടക്കുകളും സംഭവിക്കും. അമേരിക്കയിലും ലണ്ടനിലും പോലും അത് സംഭവിക്കുന്നു. ഒരു പണിമുടക്ക് നടത്തിയാൽ നാടിന്റെ മാനം പോകും എന്ന വിലാപം ഉണ്ടാകുന്നത് ഇങ്ങ് കേരളത്തിൽ മാത്രമാണ്. സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നു. തൊഴിലാളികൾ പണിമുടക്കിയാൽ നിങ്ങൾക്ക് എന്ത് ഛേദം? ഹർത്താലും ബന്ധും പണിമുടക്കും ഇങ്ങ് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസങ്ങളാണെന്നാണ് പരിഹാസം. ഈ പരിഹാസങ്ങൾ സൃഷ്ടിച്ചെടുത്തതിൽ ഓരോ കാലത്തും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒരു പക്ഷത്തുമില്ലാത്തവർക്കും വ്യവസായ സംഘടനകൾക്കും മാത്രമല്ല പങ്കുള്ളത്. ചില കോടതി വിധികളും അത്തരം പ്രചാരണങ്ങൾക്ക് സഹായകമായി വന്നു. ബന്ദ് നിരോധിച്ചപ്പോൾ ഹർത്താൽ ബന്ദായി മാറിയെന്ന് വിമർശിച്ചു. ഓരോ പണിമുടക്ക് കഴിയുമ്പോഴും ഉത്തരവാദികൾ പല മട്ടിൽ വിചാരണ ചെയ്യപ്പെട്ടു. മാധ്യമ ചർച്ചകളുടെയും ഊന്നൽ ജനദ്രോഹത്തെക്കുറിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ പണിമുടക്ക് തൊഴിലാളികളുടെ അവകാശമാണ്. എന്നാൽ അതിന്റെ പേരിൽ നിർബന്ധിച്ച് കടകൾ അടപ്പിച്ചാൽ, ബലപ്രയോഗത്തിലൂടെ പണിമുടക്കിൽ പങ്കെടുപ്പിച്ചാൽ എല്ലാം അത് കുറ്റകരമാണ്. പണിമുടക്കാൻ എന്നതുപോലെ മുടക്കാതിരിക്കാനും അവകാശമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരവകാശത്തെ മാത്രമായി സംരക്ഷിക്കാൻ കഴിയില്ല. പണിമുടക്ക് നടക്കുമ്പോൾ വാഹനം ഓടിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. വാഹനം ഓടിക്കണം എന്ന് ആര് നിർബന്ധിച്ചാലും പണിമുടക്കുന്നയാൾ അത് അനുസരിക്കേണ്ടതുമില്ല. പണിമുടക്കുന്നവരെ നിർബന്ധിച്ച് ജോലിക്കെത്തിക്കാൻ ഒരാൾക്കും അവകാശമില്ല. പണിമുടക്കുന്നത് ഒരു സന്ദേശം നൽകാനാണ്. ജീവിക്കാൻ നിവർത്തിയില്ലാതായെന്ന് ലോകത്തെ അറിയിക്കാനുള്ള മാർഗമാണത്. കോർണൽ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് 2025-ൽ ഇതുവരെ അമേരിക്കയിൽ 121 തൊഴിലാളി സമരങ്ങൾ നടന്നു. 519 സ്ഥലങ്ങളിലാണ് ഈ പണിമുടക്കുകൾ ഉണ്ടായത്. എന്തിനാണ് സമരം ചെയ്തത്? ഓരോ തൊഴിലാളിക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായാണ് ഈ സമരങ്ങളെല്ലാം നടന്നത്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അമേരിക്കയിലും ലണ്ടനിലും ഉള്ളതുപോലെ തൊഴിലാളികൾക്ക് അവകാശബോധം ഉള്ളത് എന്നു കാണേണ്ടി വരും. പണിമുടക്ക് കേരളത്തിൽ ബന്ദായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിൽ മാത്രമാണ് വികസിത രാജ്യങ്ങളിലെ പോലെ തൊഴിൽ സംസ്കാരവും എത്തിയിട്ടുള്ളൂ എന്നുകൂടിയാണ് അർത്ഥം. തൊഴിലാളി സമരങ്ങളെക്കുറിച്ച് ചേംബർ ഓഫ് കൊമേഴ്സും CIIയും അനവധി മറ്റ് സംഘടനകളും പറയുന്ന കാര്യങ്ങളുണ്ട്. അവയെല്ലാം മുതലാളിമാരുടെ നയങ്ങളാണ്, അല്ലെങ്കിൽ വ്യവസായികളുടെ താല്പര്യങ്ങളാണ്. നിക്ഷേപം വരാത്തത് സമരം കൊണ്ടാണെന്ന പഴിക്ക് കയ്യും കണക്കുമില്ല. കേരളത്തിലെ തൊഴിലാളികൾ നിയമപരമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാൻ വ്യവസായമോ കച്ചവടമോ നടത്തുന്ന ഏതൊരാൾക്കും ബാധ്യതയുണ്ട്. ലാഭം കിട്ടാൻ പാകത്തിന് ഉൽപ്പന്ന വില നിശ്ചയിക്കാൻ വ്യവസായിക്ക് അവകാശമുണ്ട്. അതുപോലെ മാന്യമായ നിയമം അനുശാസിക്കുന്ന കുറഞ്ഞ ശമ്പളമെങ്കിലും കിട്ടാൻ തൊഴിലാളിക്കും അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴാണ് ഇവിടെ സമരങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം സമരങ്ങളെ പിന്തിരിപ്പൻ മാർഗങ്ങൾ എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്. ഇത് പുരോഗമനപരമായ സമൂഹത്തിന്റെ ലക്ഷണമാണ്. ചൂഷണങ്ങൾക്ക് മുന്നിൽ നിശബ്ദരാകുന്ന തൊഴിലാളികളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. അന്യായമായ ആവശ്യങ്ങൾക്കായി പണിമുടക്കാൻ ഒരു തൊഴിലാളി സംഘടനയ്ക്കും ഇന്നത്തെ കാലത്ത് കഴിയില്ല. ന്യായമായ കൂലിക്കും മാന്യമായ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയാണ് സമരം. അമേരിക്കയിൽ ഈ ദിവസങ്ങളിൽ നടന്ന സമരങ്ങൾ നോക്കുക. വെസ്റ്റേൺ വാഷിംഗ്ടൺ സർവകലാശാലയിലെ വിദ്യാർത്ഥി തൊഴിലാളികൾ ജൂൺ 6-ന് പണിമുടക്കി. ജോലി ചെയ്ത് പഠിക്കുന്ന 1200 വിദ്യാർത്ഥികൾ പണിമുടക്കിയത് അവർ ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളെ വല്ലാതെ ഉലച്ചു. അവർക്ക് ആനുകൂല്യങ്ങളിൽ ന്യായമായ വർധനയുണ്ടായി. ഒർലാൻഡോയിൽ യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സ് യൂണിയൻ പണിമുടക്കിയത് ജൂൺ 2-നാണ്.
20% ശമ്പള വർധന ആവശ്യപ്പെട്ടായിരുന്നു സമരം. തെക്കൻ കാലിഫോർണിയയിൽ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന 2300 പേരാണ് മെയ് 8 പണിമുടക്കിയത്. നാഷണൽ യൂണിയൻ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആണ് ഈ സമരം ആഹ്വാനം ചെയ്തത്. ഇതൊന്നും വേണ്ട, ന്യൂജേഴ്സിയിലെ ട്രെയിൻ എഞ്ചിനീയർമാർ പണിമുടക്കി. 1-2 മണിക്കൂറല്ല, 72 മണിക്കൂറായിരുന്നു അവരുടെ സമരം. 2 ലക്ഷത്തോളം പേർ ദിവസവും യാത്ര ചെയ്യുന്ന റെയിൽവേ സംവിധാനമാണ്. അത് 3 ദിവസം നിശ്ചലമായി. സ്റ്റാർബക്സിന്റെ ജീവനക്കാർ 5 ദിവസമാണ് തുടർച്ചയായി സമരം ചെയ്തത്. വികസിത രാജ്യങ്ങളിലുള്ള എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും പണിമുടക്കുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് അത് പരിഹാസ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ 10 പ്രതിപക്ഷ യൂണിയനുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ശമ്പള വർധന എന്നതിനും അപ്പുറം നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം എന്നല്ലാതെ മറ്റെന്തു വിളിക്കും ഇതിന്? CI2, INTUC, AITUC, മസ്ദൂർ സഭ തുടങ്ങിയവയാണ് പണിമുടക്കിയത്. സംഘപരിവാർ പക്ഷത്തുള്ള BMS ഒഴികെ ബഹുഭൂരിപക്ഷം യൂണിയനുകളും ചേർന്ന് നടത്തിയ സമരമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു തൊഴിലാളി ഐക്യം ഉണ്ടാകുന്നത് തന്നെ ഏറെ കാലത്തിന് ശേഷമാണ്. ബസ്, ടാക്സി ജീവനക്കാരുമെല്ലാം പണിമുടക്കിയതിനാലാണ് സമരം ഹർത്താലായത്. കടകളിലെ തൊഴിലാളികൾ പണിമുടക്കിയതിനാൽ കടകളും തുറന്നില്ല. കേരളത്തിലല്ലാതെ ഇത് മറ്റൊരിടത്തും നടക്കുന്നില്ലല്ലോ എന്നല്ലേ ചോദ്യം. കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ സംസ്കാരമുള്ളതിൽ അഭിമാനം കൊള്ളണം എന്നാണ് അതിനുള്ള മറുപടി. വികസിത രാജ്യങ്ങളിലെയൊക്കെ തൊഴിലാളി സംഘടനകളെ പോലെ അവകാശ ബോധമുള്ളവർ കൂടുതൽ കേരളത്തിലാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ കണ്ടത്. അതൊട്ടും നാണക്കേടിന്റെ വിഷയമല്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.